വെറും 313 സ്വഹാബാക്കൾ ആൾബലത്തിലും ആയുധബലത്തിലും തങ്ങളെക്കാൾ എത്രയോ ശക്തരായ മക്ക ഖുറൈശികളുമായി പോരാടി വിജയിച്ച കഥ. മക്കയിലെ കച്ചവട സംഘങ്ങൾ പ്രധാനമായും 2 സ്ഥലത്തേക്കാണ് കച്ചവട ആവശ്യത്തിനായിട്ട് പോയിരുന്നത്: യമനിലേക്കും സിറിയയിലേക്കും. മക്കയിൽ നിന്ന് സിറിയയിലേക്ക് പോയ സംഘങ്ങൾ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലായിരുന്നു. ഇതിൽ മക്കയിലുള്ള എല്ലാ കുടുംബാംഗങ്ങളിൽ നിന്നുള്ള പങ്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും ഉപേക്ഷിച്ചു പോയ സമ്പത്തും ഈ കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അവർ വളരെ ലാഭത്തോടെ തന്നെ മക്കയിൽ നിന്നും തിരിച്ചു വരികയാണ്. 50,000-ലധികം ദിനാറും 1000 ഒട്ടകങ്ങളും 40 ആളുകളും കൂടിയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബാക്കളുടെയും സമ്പത്ത് ഇതിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർ മക്കയിൽ എത്തുന്നതിന് മുൻപ് തന്നെ പിടികൂടാൻ ഇവർ തീരുമാനിക്കുകയാണ്. ബദറിൽ വെച്ച് പിടികൂടാം എന്ന് തീരുമാനിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളും നീങ്ങാണ്. വളരെ രഹസ്യമായാണ് ഇവർ ഈ നീക്കം നടത്തിയിരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റുഖ്യ ബീവി, പ്രവാചകന്റെ പ്രിയപുത്രി, രോഗാവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ ഞങ്ങളോടൊപ്പം പോരണ്ട എന്നും മദീനയെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കാനും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയാണ്. 313 പേരുള്ള സംഘം 3 ആൾക്ക് ഒരൊട്ടകം എന്ന രീതിയിലായിരുന്നു ഇവർ പോയിരുന്നത്. 2 കുതിര പടയാളികൾ മാത്രമുള്ള സംഘം യുദ്ധലക്ഷ്യം വെക്കാതെ കച്ചവട സംഘത്തെ പിടികൂടാൻ ബദറിലേക്ക് പുറപ്പെട്ടു. ബദർ എന്ന് പറയുന്നത് കച്ചവട സംഘങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ ഒരു കിണറുണ്ട്. ആ വെള്ളമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ഒരു വിശ്രമ കേന്ദ്രമായിരുന്നു ബദർ എന്ന് പറയുന്നത്. പ്രവാചകൻ ഇവരുടെ നേതാവായിരുന്നിട്ട് കൂടി 3 ആളുകൾക്ക് ഒരൊട്ടകം എന്ന രീതിയിൽ തന്നെയാണ് നീങ്ങിയിരുന്നത്. പ്രവാചകന്റെ കൂടെ അലി റളിയല്ലാഹു അൻഹുവയും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവയും ഉണ്ടായിരുന്നു. അവർ പ്രവാചകനോട് ഒട്ടകത്തെ ഉപയോഗിച്ചു കൊള്ളാൻ പറഞ്ഞിട്ടും പ്രവാചകൻ വിസമ്മതിക്കുകയും എല്ലാവരും പോലെ യാത്ര ചെയ്യുകയുമായിരുന്നു ചെയ്തിരുന്നത്. പ്രവാചകന്റെ 55-ാം വയസ്സിലാണ് ഈ കാര്യം നടക്കുന്നത്. ഞാൻ നിങ്ങളെക്കാൾ ആരോഗ്യവാനാണ് എന്ന് പറഞ്ഞാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നിരുന്നത്. മരുഭൂമിയിലൂടെ അവർ യാത്ര തുടർന്നു. മക്കയിൽ നിന്നും 300 കിലോമീറ്ററും മദീനയിൽ നിന്നും 150 കിലോമീറ്ററും അകലെയാണ് ബദർ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ മരുഭൂമിയിലുള്ള ഒരു ഗോത്രത്തിലെത്തി. ആ ഗോത്രത്തലവനോട് നബി എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അവിശ്വാസിയായ ആ ഗോത്രത്തലവൻ കിട്ടാൻ പോകുന്ന സമ്പത്ത് ഉദ്ദേശിച്ച് ഞാനും നിങ്ങളുടെ കൂടെ കൂടട്ടെ എന്ന് വാശി പിടിക്കുന്നു. 3 തവണയും നബി വേണ്ട എന്ന് പറഞ്ഞിട്ടും അവസാനം അയാൾ മുസ്ലിമായി എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ കൂടെ സംഘത്തിൽ ചേരുകയാണ്. ആ സമയത്ത് ഹുദൈഫ് റളിയല്ലാഹു അൻഹുവും പിതാവും ഈ സംഘത്തിൽ ചേരാൻ വേണ്ടി മക്കക്കാരുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷെ അവർ മക്കക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ മദീനയിലേക്ക് പോവാണ്, തങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണാൻ വേണ്ടി പോവാണ് എന്ന് പറഞ്ഞിട്ട് പോലും മക്കക്കാർ അനുവദിച്ചില്ല. പകരം നിങ്ങൾ മുസ്ലിങ്ങളുടെ കൂടെ കൂടാൻ പാടില്ല എന്നൊരു കരാറിൽ അവരെ വിടുകയാണ്. അവർ നബിയുടെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളെല്ലാം പ്രവാചകനോട് പറയുകയാണ്. അത് പറഞ്ഞപ്പോൾ കരാർ ലംഘിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്നത്. 2 പേരെ പ്രവാചകൻ ആദ്യം ബദറിലേക്ക് പറഞ്ഞയക്കാണ്. എപ്പോഴാണ് ഈ കച്ചവട സംഘം ബദറിൽ എത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട്. അവിടെ 2 പെൺകുട്ടികൾ സംസാരിക്കുന്നത് കേട്ട് അവർ നാളെയാണ് എത്തുന്നത് എന്ന് മനസ്സിലാക്കിയ ഈ 2 പേര് വേഗം പ്രവാചകന്റെ അടുത്ത് ചെന്ന് കാര്യം പറയുന്നുണ്ട്. അബൂ സുഫിയാൻ കച്ചവടക്കാർക്ക് മുൻപ് ബദറിൽ എത്തുകയും അവിടെയുള്ളവരോട് പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടിരുന്നോ എന്ന് അന്വേഷിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 2 കുട്ടികൾ പറയുന്നുണ്ട്, ഇവിടെ 2 പേര് വന്നിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇതുവരെ അവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവരെ ഒട്ടകങ്ങളെ നിർത്തിയിട്ടിരുന്ന സ്ഥലം അബൂ സുഫിയാൻ കണ്ടിട്ട് അവിടെ അവർ ഒട്ടകങ്ങളുടെ കാഷ്ടം കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ഈത്തപ്പഴത്തിൻ്റെ കുരു കാണുകയാണ് അബൂ സുഫിയാൻ ചെയ്യുന്നത്. അപ്പോൾ അബൂ സുഫിയാന് മനസ്സിലാവുന്നുണ്ട് മദീനക്കാർ വരുന്നുണ്ടെന്ന്. അബൂ സുഫിയാൻ ലംലം എന്ന ഒരാളെ മക്കയിലേക്ക് പറഞ്ഞയച്ച് തൻ്റെ കച്ചവട സംഘത്തെ രക്ഷിക്കാൻ ഒരു സൈന്യത്തെ വിട്ടയക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ അവർ ബദറിലേക്ക് പോവാതെ ചെങ്കടൽ വഴി ഒരു വഴിയിലൂടെ മക്കയിലേക്ക് പോവാം എന്ന് തീരുമാനിക്കുകയാണ്. പക്ഷേ ഇതൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നില്ല. അവർ ബദറിലേക്ക് തന്നെ യാത്ര തുടരുകയാണ്. ലംലം മക്കയിലേക്ക് വന്നിട്ട് പറയുന്നത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബാക്കി സൈന്യവും കൂടിയിട്ട് കച്ചവട സംഘത്തെ ആക്രമിച്ച രീതിയിലാണ് സംസാരിക്കുന്നത്. അവരോട് പ്രതികാരം തീർക്കാൻ നമ്മൾ പോകണം എന്നും പറഞ്ഞിട്ട് തൻ്റെ കുതിരയുടെ മൂക്ക് വെട്ടി, അതേപോലെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണ് എന്നുള്ള രീതിയിലാണ് ലംലം സംസാരിക്കുന്നത്. അബൂ ലഹബിന് യുദ്ധത്തിൽ പോകാനും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അയാൾ വേറെ ഒരാളെയാണ് പറഞ്ഞയക്കുന്നത്.
ഹുക്കുബയും ആദ്യം പോവാൻ തയ്യാറായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. ഒരിക്കൽ ഇസ്ലാം മതം സ്വീകരിക്കാമെന്ന വ്യാജേന നബിയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പിന്നീട് വളരെ മോശമായ വാക്കുകൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുകയും ആ പവിത്രമായ മുഖത്ത് കാർക്കിച്ച് തുപ്പുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുക്കുബയോട് പറയുന്നുണ്ട്, നീ ഈ മക്കയിൽ നിന്നും എന്ന് പുറത്ത് കടക്കുന്നോ അന്ന് നീ കൊല ചെയ്യപ്പെടും. ആ ഒരു പേടിയും ഹുക്കുബയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അബൂജഹൽ നിർബന്ധിച്ച് അദ്ദേഹത്തെ യുദ്ധത്തിന് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉടമയായിരുന്ന ഉമയ്യത്തും ആദ്യം കുറച്ച് മടിച്ചു നിന്നിരുന്നു. പിന്നെ അബൂജഹലിന്റെ നിർബന്ധത്തിൽ അവരും വരികയാണ്. അങ്ങനെ 1300 പേരടങ്ങുന്ന സംഘം റസൂലുള്ളാഹിനെയും സൈന്യത്തെയും നേരിടാൻ വേണ്ടിയിട്ട് യാത്ര പുറപ്പെടുകയാണ്. ഈ സമയത്ത് അബൂജഹൽ കഅബയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, സത്യത്തിന്റെ ആളുകളെ നീ വിജയിപ്പിക്കണമേ എന്ന്. പക്ഷേ പോകുന്നതിൻ്റെ തൊട്ടു മുൻപ് ഒരു ദൂതൻ അബൂജഹലിന്റെ അടുത്ത് വരുന്നിട്ട് ചെങ്കടൽ വഴി കച്ചവട സംഘം രക്ഷപ്പെട്ടു, ഇനി യുദ്ധത്തിന്റെ ആവശ്യമില്ല എന്ന് പറയാണ്. പക്ഷെ അബൂജഹൽ അതിന് വിസമ്മതിക്കുകയും നബിയെയും സൈന്യത്തെയും കൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യാണ്. പക്ഷെ ഈ കാര്യം കേട്ടതും സൈന്യത്തിൽ നിന്നും 300 പേര് പിന്മാറുന്നുണ്ട്. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുകയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി ഈ കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയും ചെയ്തു. ബദറിന്റെ കിണറിനടുത്ത് ഈ അബൂജഹലിന്റെ സൈന്യത്തിൽ നിന്നുള്ള അടിമകളെ കാണുകയും നബി അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് എത്ര ആളുകളുണ്ടെന്ന്. പക്ഷെ അവർക്ക് അറിയില്ല, ഒരുപാട് പേരുണ്ട് എന്നാണ് മറുപടി കിട്ടിയത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എത്ര ഒട്ടകങ്ങളെയാണ് ഒരു ദിവസം ഭക്ഷണത്തിന് വേണ്ടി അറക്കുന്നത് എന്ന്. 10 ഒട്ടകങ്ങൾ എന്ന് അവർ മറുപടിയും പറഞ്ഞു. അപ്പോൾ നബി പറഞ്ഞു, 100 പേർക്ക് ഒരൊട്ടകം എന്ന രീതിയിൽ 1000 പേര് ആ സംഘത്തിലുണ്ടെന്ന്. അങ്ങനെ ഹിജ്റ വർഷം 2 റമളാൻ 16 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ബദറിലേക്ക് പ്രവേശിക്കുകയാണ്. ഉബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു സ്ഥലത്ത് അവർ ടെന്റ് കെട്ടുകയും അവിടെ യുദ്ധത്തിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്തു. അതൊരു ധാരാളം വെള്ളം കിട്ടുന്ന ഒരു കുന്നിൻ പ്രദേശമായിരുന്നു. പ്രവാചകനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വഹാബാക്കൾ ശ്രമിച്ചിരുന്നത്. അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ടെന്റ് കെട്ടിക്കൊടുക്കുകയും സ്വഹാബത്ത് ചെയ്തിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉറക്കത്തിൽ നിന്നും എണീറ്റപ്പോൾ പ്രവാചകൻ സുജൂദിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു, ഈ സംഘം ഇന്നിവിടെ തോറ്റു കഴിഞ്ഞാൽ അള്ളാഹുവെ, നിന്നെ ഓർക്കാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഈ സംഘത്തെ നീ വിജയിപ്പിക്കണേ എന്നായിരുന്നു. അള്ളാഹു അന്ന് എല്ലാവർക്കും നല്ല ഉറക്കം അനുഗ്രഹം കൊടുക്കുകയാണ്. എന്നാലേ അവർക്ക് പിറ്റേന്ന് നല്ല ഉഷാറുണ്ടാവുള്ളൂ യുദ്ധത്തിന് പങ്കെടുക്കാൻ. അതുപോലെ അവിടെ മഴ വർഷിപ്പിക്കുന്നുണ്ട്. അതുവഴി അവർ നിൽക്കുന്ന ഭാഗം ഭയങ്കര സ്ട്രോങ് ആവുകയും ശത്രുക്കൾ നിൽക്കുന്നിടത്തേക്ക് ആ വെള്ളം ഒലിച്ചുപോയി അവർക്ക് നല്ലപോലെ നിൽക്കാൻ പറ്റാതെ വരികയും ചെയ്യാണ്. പ്രവാചകൻ സ്വഹാബത്തിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഹുത്തുബത്ത് ഇവിടെയാവും കിടക്കുക, അബൂജഹൽ ഇവിടെയാവും കിടക്കുക, ഷെയ്ബത്ത് ഇവിടെയാവും കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അബൂജഹൽ ഉമേർ എന്നൊരാളെ ചാരനായി പ്രവാചകന്റെ സൈന്യത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ഉമേർ തിരിച്ചു വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവർ വെറും 300 പേരുള്ളൂ, പക്ഷെ അവരുടെ എല്ലാവരുടെയും മുഖത്ത് മരണത്തെ നിസ്സാരമാക്കുന്ന ഒരു ഭാവമാണ് കാണുന്നതെന്ന്. ഇത് കേട്ട് ഹുത്തുബത്ത് അബൂജഹലിനോട് പറയുന്നുണ്ട്, നമുക്ക് പിന്മാറാമെന്ന്. പ്രവാചകൻ പറയുന്നുണ്ട്, ശത്രുക്കളിൽ ഏറ്റവും വിവേകമുള്ളത് ഹുത്തുബത്തിനാണ്. അവർ ഹുത്തുബയുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. യുദ്ധത്തിന്റെ നേതാവായിക്കൊണ്ട് പ്രവാചകൻ നിയോഗിക്കുന്നത് മിസ്ഹബ് റളിയല്ലാഹു അൻഹുവിനെ ആയിരുന്നു. അദ്ദേഹം മക്കക്കാർക്കും മദീനക്കാർക്കും വളരെ സുപരിചിതനായിരുന്ന ഒരാളായിരുന്നു. യുദ്ധത്തിൽ കൊടി പിടിക്കുന്ന ആളെ കൊന്നുകഴിഞ്ഞാൽ തങ്ങൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് അറിയാതെ വരും. അതുകൊണ്ടാണ് വിവേകപരമായി റസൂലുള്ള ഇങ്ങനെയൊരു നയം സ്വീകരിക്കുന്നത്. അതുപോലെ സ്വഫായി യുദ്ധത്തിന് നീങ്ങാമെന്നും സ്വഹാബാക്കൾക്ക് റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവരെ ഇങ്ങനെ നിരയായി നിർത്തുന്നതിനിടയിലാണ് ഒരു മനോഹരമായ കാര്യം നടക്കുന്നത്. സവാദ് റളിയല്ലാഹു അൻഹു കുറച്ചു കയറിയാണ് നിന്നിരുന്നത്. അപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തിന്റെ വയറിലടിച്ച് നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. സവാദ് റളിയല്ലാഹു അൻഹു എനിക്ക് ഇതിന് പ്രതികാരം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് പ്രവാചകനോടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പറ്റില്ല, എനിക്കിതിന് പ്രതികാരം ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നബിയുടെ കയ്യിൽ നിന്ന് ആ വടി വാങ്ങി വാങ്ങിയിട്ട് നേരെ സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ വയറ്റത്ത് പോയിട്ട് ചുംബിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു, എൻ്റെ അവസാനത്തെ യുദ്ധമാവാം ഇത്, അങ്ങയുടെ അനുഗ്രഹം വേണമെന്ന്. അപ്പോൾ നബി അവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ദുആ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഈ സമയത്ത് മുസ്ലിങ്ങളുടെ ജലസംഭരണികൾ തകർക്കാൻ വേണ്ടിയിട്ട് അസ്വദ് പറയുന്ന ഒരാൾ വരികയും അയാൾ ഹംസ റളിയല്ലാഹു അൻഹു കാണുകയും ഹംസ റളിയല്ലാഹു അൻഹു അവരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്.
ബദറിലെ ആദ്യത്തെ കൊല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ സംഭവം ഇതാണ് നടക്കുന്നത്. ആദ്യമായി ദ്വന്ദ്വ യുദ്ധമാണ് നടക്കുന്നത്. അതിന് ഷൈബത്തും ഖുതുബയും വലീദുമാണ് മുശ്രിക്കീങ്ങളിൽ നിന്നും മുന്നോട്ട് വരുന്നത്. അവരെ മുന്നിടാൻ വേണ്ടി 3 അൻസാരികളാണ് മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് പോകുന്നത്. അത് കണ്ട് അബൂജഹൽ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട, മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ മുസ്ലിങ്ങളെയാണ് ഞങ്ങൾക്ക് വേണ്ടതെന്ന് പറയും. അപ്പോൾ മദീനയിൽ നിന്നും പോയവരായിട്ട് ഹംസ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഉബൈദ് റളിയല്ലാഹു അൻഹും മുന്നോട്ട് വരുന്നുണ്ട്. പ്രവാചകൻ അങ്ങോട്ട് പറഞ്ഞയക്കുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹു ഷൈബയെ കൊല്ലപ്പെടുത്തി, അലി റളിയല്ലാഹു അൻഹു വലീദിനെ കൊല്ലപ്പെടുത്തി. ഉബൈദ് റളിയല്ലാഹു അൻഹു കൂട്ടത്തിൽ കുറച്ച് പ്രായം കൂടുതലുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പോരാടുന്ന സമയത്ത് ഈ ഹംസ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും കൂടി വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹുതുബയെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഉബൈദ് റളിയല്ലാഹു അൻഹുവിന് ഈ ഒരു യുദ്ധത്തിൻ്റെ ടൈമിൽ കാലിന് പരിക്ക് പറ്റുന്നുണ്ട്. ഇങ്ങനെ തുടർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ വഫാത്തും വരുന്നത്. ഈ സമയത്തെല്ലാം പ്രവാചകൻ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രവാചകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു താല മലക്കുകളെ മുസ്ലിങ്ങൾക്ക് സഹായത്തിനായിട്ട് ഇറക്കി കൊടുക്കുകയാണ്. പ്രവാചകൻ ഒരു ചുവന്ന കുന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറയാണ്, അതാ ജിബ്രീലും സംഘവും എത്തിക്കഴിഞ്ഞു. പക്ഷേ സ്വഹാബത്തിന് അത് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. 1000ഓളം മലക്കുകളെയാണ് അള്ളാഹു മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറക്കുന്നത്. അങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ്. പ്രവാചകൻ ഒരു പിടി മണ്ണ് വാരി എറിയുകയും അത് ശത്രുക്കളുടെ എല്ലാം കണ്ണിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ആദ്യത്തെ രക്തസാക്ഷി ഉണ്ടാവുന്നത് ഹാരിസ് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വളരെ ചെറുപ്പക്കാരനായിരുന്നു ഈ സ്വഹാബി. ഇദ്ദേഹത്തിന്റെ പറയുമ്പോൾ ആദ്യം യുദ്ധത്തിന് പോവാൻ ഉമ്മ വിസമ്മതിക്കുകയും പിന്നീട് ഷഹീദിന്റെ കൂലി കിട്ടുന്നത് കേട്ടപ്പോൾ സമ്മതിക്കുകയും ചെയ്യാണ് ചെയ്യുന്നത്. ജലസംഭരണികളെ അടുത്ത് പോകുന്ന സമയത്ത് ഒരു അമ്പ് വന്നിട്ട്, ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് ഒരു അമ്പ് വന്നിട്ട് ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്ത് തറക്കുകയും അങ്ങനെ അദ്ദേഹം ഷഹീദാവുകയാണ് ചെയ്തിരുന്നത്. പിന്നീട് നബിയോട് ആ ഉമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൻക്ക് സ്വർഗം കിട്ടില്ലേ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തീരാ ദുഃഖമായി പോകുന്നുള്ളത്. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, സ്വർഗത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്താണ് നിങ്ങളുടെ മകൻ ഉണ്ടാവുക എന്നുള്ളത്. മലക്കുകളുടെ സഹായം പല രീതിയിലാണ് പറയുന്നുള്ളത്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനോട് വന്നിട്ട് പറയുന്നുണ്ട്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണെന്ന്. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, അത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ബദരീങ്ങളാണെന്നുള്ളത്. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നുണ്ട്, മലക്കുകളുടെ കൂട്ടത്തിലും അങ്ങനെ തന്നെയാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആ 1000 മലക്കുകളാണ് ഏറ്റവും ഉന്നതർ എന്നുള്ളത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് ഒരു കാര്യമുണ്ട്, നമ്മളൊരു ശത്രുവിൻ്റെ പിറകെ ഓടുമ്പോഴേക്കും അവർ വെട്ടേറ്റ് വീഴാണ്, അതുപോലെ വാള് വീശുമ്പോഴേക്കും തല മണ്ണിലേക്ക് എത്തുകയാണ് എന്നുള്ളത്. ഇതൊക്കെ അവിടെയുള്ള ആ ഒരു മലക്കുകളുടെ പ്രസൻസിനെ കാണിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിലുണ്ട്, പ്രവാചകൻ ടെൻറ്റിൽ സുജൂദിൽ കിടന്ന് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞ് കരയുകയും അതേ സമയം തന്നെ സ്വഹാബത്തിൻ്റെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് എന്നുള്ളത്. ഹംസ റളിയല്ലാഹു അൻഹു ആയിരുന്നു ഏറ്റവും കൂടുതൽ ബദർ യുദ്ധത്തിൽ ജയിക്കാൻ സഹായിച്ചിരുന്നത്. അതുപോലെ തന്നെ ഉക്കാശ റളിയല്ലാഹു അൻഹുവിൻ്റെ വാള് മുറിഞ്ഞു പോവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിലത്തുനിന്ന് ഒരു കമ്പെടുത്ത് കൊടുത്തിട്ട് ഇത് വെച്ചിട്ട് യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് പിന്നീട് യുദ്ധക്കളത്തിൽ വാളായിട്ട്, നല്ല മൂർച്ചയുള്ള തിളങ്ങുന്ന വാളായിട്ട് മാറുകയും പിന്നീട് ഉണ്ടായിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ആ ഒരു വാള് വെച്ചിട്ടാണ് ഉക്കാശ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിരുന്നത് എന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. അബൂജഹലിനെ കൊലപ്പെടുത്തുന്ന സംഭവം പറയുന്നുണ്ട്. 2 ചെറിയ അൻസാരി കുട്ടികൾ അബൂജഹൽ ആരാണെന്ന് ചോദിച്ചിട്ട് അബൂജഹലിനെ കണ്ടുവയ്ക്കുക. അബൂജഹൽ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം കുതിരപ്പുറത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് നിലത്ത് തട്ടും എന്നുള്ള രീതിയിലാണ് പറയാം. അപ്പോൾ ഈ കുട്ടികൾ ഓടി ചെന്നിട്ട് ഒരു കുട്ടി ആദ്യം വന്നിട്ട് അബൂജഹലിൻ്റെ കാല് വെട്ടുന്നുണ്ട്. കാല് വെട്ടി അപ്പോൾ തന്നെ മറ്റൊരു കുട്ടി വന്നിട്ട് അദ്ദേഹത്തെ വീണ്ടും വെട്ടുകയാണ്. അങ്ങനെ അബൂജഹൽ നിലത്ത് വീഴുകയാണ്. അങ്ങനെ ഈ കുട്ടികൾ വന്നിട്ട് നബിയോട് ഓടി വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ അബൂജഹലിനെ കൊന്നു എന്നുള്ളത്. അപ്പോൾ നബി ചോദിക്കും, ആരാ കൊന്നത്? അപ്പോൾ ഞാനാ കൊന്നതെന്ന് ഒരാൾ പറയും, ഞാനാ കൊന്നതെന്ന് വേറൊരാൾ പറയും. അങ്ങനെ അവർ തമ്മിലൊരു വഴക്ക് വരിക. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും കൂടിയിട്ടാണ് അബൂജഹലിനെ കൊന്നത് എന്നുള്ളത്. ഇത് കേട്ടിട്ട് നബി അബ്ദുള്ള ഇബ്നു മസ്ഊദ് തങ്ങളെ പറഞ്ഞയക്കാണ് അബൂജഹൽ മരിച്ചോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം പോയിട്ട് അബൂജഹലിൻ്റെ നെഞ്ചിൽ കയറിയിട്ട് ഇപ്പം എന്തായി എന്നുള്ളൊരു ലെവലിൽ ചോദിക്കുമ്പോൾ അബൂജഹൽ വളരെ മോശമായിട്ടാണ് അപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ അത് കേട്ട് അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വരികയും അദ്ദേഹത്തിൻ്റെ വാളെടുത്തിട്ട് അബൂജഹലിൻ്റെ കഴുത്തിന് വെട്ടുകയും ചെയ്യുകയാണ്.
ഉമയ്യത്ത് എന്ന് പറയുന്ന ആളെയാണ് പിന്നീട് പറയുന്നത്. അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അവർ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവും കൂടിയിട്ട് ഉമയ്യത്തും കൂടിയിട്ട് അബ്ദുല്ലാഹിബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുന്നേ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഈ ഉമയ്യത്ത് പറയാണ് എന്നെ തടവുകാരനാക്കുമോ എന്നുള്ളത് പറയാണ്, കൊല്ലാതെ തടവുകാരനാക്കുമോ. അങ്ങനെ തടവുകാരനാക്കിയിട്ട് തടവുകാരെ കൂട്ടത്തിൽ കൊണ്ടുപോകാണ്. അപ്പോൾ ഇത് കാണുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ക്രൂരനായ ഉടമയായിരുന്നു ഈ ഉമയ്യത്ത് എന്ന് പറയുന്നത്. ഇയാളാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിൽ കല്ലെടുത്ത് കയറ്റുകയും നിന്റെ റബ്ബ് ആരാണെന്ന് ചോദിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയാണ് ഇവൻ മരിച്ചിട്ടില്ലാച്ചെങ്കിൽ, ഇയാൾ മരിച്ചിട്ടില്ലാച്ചെങ്കിൽ പിന്നെ ഞാൻ ഇതിൽ പങ്കെടുത്തു എന്നുള്ളതിൽ എന്താ ഇതുള്ളതെന്ന് ചോദിക്കുക. അപ്പോൾ കുറേ അൻസാരികൾക്കും അവിടെയുള്ള എല്ലാവർക്കും ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് കഥകളൊക്കെ അറിയാം. അപ്പോൾ ഒരുപാട് അൻസാരികളും ബിലാൽ റളിയല്ലാഹു അൻഹു ഒക്കെ കൂടിയിട്ട് ഉമയ്യത്തിനെ വന്നിട്ട് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. സ്വഹാബാക്കൾക്ക് സ്വന്തം കുടുംബക്കാരെ വരെ കൊല്ലേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു ബദർ യുദ്ധത്തിൽ വരുന്നുള്ളത്. 313 പേരിൽ 14 പേരാണ് മുസ്ലിങ്ങളിൽ ഷഹീദായത്. എന്നാൽ 1000 മുശ്രിക്കീങ്ങളിൽ 70 പേര് കൊല്ലപ്പെടുകയും 70 പേരെ തടവിലാക്കുകയും ചെയ്യുന്നുണ്ട്. യുദ്ധത്തിൽ മരിച്ച ശത്രുക്കളെ എല്ലാം സംസ്കരിച്ചതിന് ഒരു കിണറിലായിരുന്നു. അവിടെ ചെന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, അവരുടെ പേര് വിളിച്ചുകൊണ്ട്, നിങ്ങളുടെ ദൈവം പറഞ്ഞത് ശരിയായോ, അല്ലയോ അബൂജഹലെ, ഉമയ്യത്തെ ഹുബൈബത്തെ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളുടെ ദൈവം പറഞ്ഞത് ശരിയായോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ് എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുള്ള വാക്ക് ഇവിടെ സത്യമായിരിക്കുകയാണ് എന്നുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, അപ്പോൾ പ്രവാചകനോട് ചോദിക്കുകയാണ് ഇതൊക്കെ അവർ കേൾക്കുന്നുണ്ടോ, അവർക്ക് ഇതൊക്കെ കേൾക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണോ കേൾക്കുന്നത് അതിലുപരിയായി അവർക്ക് കേൾക്കാം എന്നുള്ളത്. അങ്ങനെ അവർ മദീനയിലേക്ക് ഈ 70 തടവുകാരെയും കൊണ്ട് തിരിച്ചെത്തുകയും ഈ 70 തടവുകാരെ എങ്ങനെയാണ് ഈ മോചിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ബദർ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.